نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏതൊരു കർമ്മവും പരിഗണിക്കുന്നത് നമ്മുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു കർമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് നമ്മുടെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ പ്രശസ്തമായ ഹദീസിന്റെ വാക്കുകളിൽ നമുക്ക് കാണാം, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഏതൊരു കർമ്മവും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഓരോ മനുഷ്യനും പ്രതിഫലം നൽകപ്പെടുന്നത് എന്താണോ അവൻ വെച്ച നിയ്യത്ത്, അവന്റെ ഉദ്ദേശം എന്തായിരുന്നോ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, തിജാറത്തുൽ ഉലമാ, പണ്ഡിതന്മാർ പറയാറുള്ള ഒരു വാക്കാണ്, അറിവുള്ളവരുടെ കച്ചവടമാണ് നിയ്യത്ത് എന്നുള്ളത്. നിയ്യത്ത് കൊണ്ട് ഒരാൾ ഉന്നതമായ ദറജയിലെത്തും. അതുപോലെ തന്നെ ചീത്ത നിയ്യത്തുകൾ കൊണ്ട് ഒരാൾ പാഴായി പോവുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നമദ് ദുനിയാ ലിഅർബഅതി നഫരിൻ, ദുനിയാവ് എന്നുള്ളത് 4 കൂട്ടം ആളുകളാണ് ഉണ്ടാവുക. 4 തരത്തിലാണ് ആളുകൾ ഉള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വഇൽമൻ ഫഹുവ യത്തഖി ഫീഹി റബ്ബഹു, ഒന്നാമത്തെ ആൾ അല്ലാഹു തആല സമ്പത്ത് നൽകിയിട്ടുള്ള, അല്ലാഹു ഇൽമ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സമ്പത്തിന്റെ വിഷയത്തിൽ അവൻ അല്ലാഹുവിനെ, അവന്റെ റബ്ബിനെ സൂക്ഷിക്കുന്നു. വയസിലു ഫീഹി റഹിമഹു, അവൻ ആ സമ്പത്ത് കൊണ്ട് അവന്റെ കുടുംബ ബന്ധം ചേർക്കുന്നു. വയഅലമു ലില്ലാഹി ഫീഹി ഹഖ്ഖൻ, അവൻ അറിവുണ്ട് ആ സമ്പത്തിൽ അള്ളാഹുവിനോട് ഒരു ഹക്ക് വീട്ടേണ്ടതുണ്ട് എന്നുള്ളത്. അറിവും സമ്പത്തുമുള്ള ആൾ, ഫഹാദാ ബിഅഫ്ദലിൽ മനാസിൽ, അവൻ ആ സ്ഥാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തുള്ളവനാണ്. എന്നിട്ട് രണ്ടാമത്തെ ആളെ പറഞ്ഞു, വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖഹു മാലൻ, രണ്ടാമത്തെ ആൾ അവൻ അല്ലാഹു തആല ഇൽമ നൽകിയിട്ടുണ്ട്, പക്ഷെ അവന് സമ്പത്ത് നൽകിയിട്ടില്ല. ഫഹുവ സാദിഖുൻ നിയ്യ, പക്ഷെ അവന്റെ നിയ്യത്തിൽ അവൻ സിദ്ഖ് കാണിക്കുന്നവനാണ്, സത്യസന്ധതയോടുകൂടിയുള്ള നിയ്യത്തുള്ളവനാണ് അവൻ. യഖൂൽ, അവൻ പറയും, ലൗ അന്നലി മാലൻ, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ലഅമിൽതു ബിഅമലി ഫുലാൻ ഫഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹും സവാ, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ആ നന്മകൾ ചെയ്യുന്നവനെ പോലെ ഞാനും സദഖ കൊടുക്കുകയും കുടുംബബന്ധം ചേർക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു, അവൻ നിയ്യത്ത് വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടുപേർക്കുമുള്ള പ്രതിഫലം ഒരുപോലെയാണ് എന്നുള്ളത്. അതേ സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്ത് അത് നന്നാവുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ പ്രതിഫലം വർദ്ധിക്കുന്നു, അതിന്റെ ശ്രേഷ്ഠത ഉയരുന്നു. നിയ്യത്ത് കൊണ്ട് ഉന്നതമായ ദറജയിൽ ആളുകൾ എത്തുന്നു. തബൂക്ക് യുദ്ധത്തിന് പോയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരുപാട് ത്യാഗം സഹിച്ചു പോയ, പട്ടിണിയും ബുദ്ധിമുട്ടുകളും സഹിച്ചു പോയ യുദ്ധമായിരുന്നു തബൂക്ക്. പലപ്പോഴും ആ യാത്രയിൽ തന്റെ വാഹനാമൃഗത്തെ അറുത്ത് ഭക്ഷിക്കാനും ഈത്തപ്പഴക്കുരുക്കൾ ഉള്ള വെള്ളത്തിൽ മുക്കിക്കൊണ്ട് അതിൽ നിന്ന് വെള്ളം ഈമ്പി കുടിക്കുകയും ചെയ്തിരുന്ന, അത്രയധികം പട്ടിണിയും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ യുദ്ധത്തിന് തിരിച്ചു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഇന്ന ബിൽ മദീന അഖ്വാമൻ മാ സിർതും മസീറൻ
വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും. മദീനയിൽ ചില ആളുകളുണ്ട്, നിങ്ങൾ ഏതൊരു വഴിയിലൂടെ പ്രവേശിക്കുമ്പോഴും പോകുമ്പോഴും ഏതൊരു താഴ്വര നിങ്ങൾ കടന്നു പോകുമ്പോഴും അവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വഹും ബിൽ മദീന. റസൂലേ, അവർ മദീനത്തല്ലേ ഉള്ളത്, അവർ ഞങ്ങളുടെ ഒപ്പം ഇല്ലല്ലോ, ഈ കഷ്ടപ്പാടും ത്യാഗവും സഹിക്കാൻ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹും ബിൽ മദീന, അവർ മദീനത്താണ്. ഹബസഹും അൽ ഉദ്ർ, സത്യസന്ധമായ ശരിയായ കാരണങ്ങൾ കൊണ്ടാണ് അവരവിടെ നിന്നത്. അല്ലെങ്കിൽ അവർ ഈ യാത്രയിൽ ഒപ്പം വരുമായിരുന്നു. അവർക്ക് നിയ്യത്തുണ്ട്, സത്യസന്ധമായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ഉള്ളവരെ പോലെയാണ് അവരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് സഹോദരങ്ങളെ നിയ്യത്തിന്റെ ശക്തി. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് നിയ്യത്ത് എന്നുള്ളത്. നമ്മളും അല്ലാഹുവും തമ്മിലുള്ള രഹസ്യമായ ബന്ധമാണ് നിയ്യത്ത് എന്നുള്ളത്. അത് അല്ലാഹുവിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. തടവിലാക്കപ്പെട്ട, യുദ്ധ തടവിലായി പിടിക്കപ്പെട്ട, സ്വത്തും സമ്പത്തുകളും എല്ലാം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇയഅലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറാ, നിങ്ങളുടെ ഖൽബിൽ എന്തെങ്കിലും ഖൈറുള്ളതായി അല്ലാഹു അറിയുകയാണെങ്കിൽ, അല്ലാഹു അറിഞ്ഞാൽ, യുഅ്തികും ഖൈറൻ മിമ്മാ ഉഖിദ മിൻകും, നിങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടതിനേക്കാൾ ഏറ്റവും ഖൈറായത് നിങ്ങൾക്ക് പകരം നൽകുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇവിടെ എല്ലാം നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നാം മനസ്സിലാക്കേണ്ട കാര്യം കേവലം ഉദ്ദേശ്യങ്ങളല്ല, സത്യസന്ധമായ സിദ്ഖുൻ നിയ്യ, സ്വാദിഖുൻ നിയ്യ, നിയ്യത്തിൽ സിദ്ഖുള്ള ആളുകളായിട്ട് വേണം നമ്മൾ ആ നിയ്യത്ത് വെക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ, മൻ സഅലല്ലാഹ തആല അശ്ശഹാദ, ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഷഹാദത്തിനെ ചോദിക്കുന്നത്, ഷഹീദായിട്ടുള്ള മരണത്തെ ചോദിക്കുന്നത്, ബിസ്ദിഖിൻ, സത്യസന്ധമായിട്ട്, ബല്ലഗഹു മനാസില അശ്ശുഹദാ വ ഇൻ മാത അലാ ഫിറാശിഹി, അവൻ അവന്റെ കിടപ്പറയിൽ കിടന്ന് മരിച്ചാലും അള്ളാഹു അവന്റെ സ്ഥാനം ശുഹദാക്കളുടെ ദറജയിലേക്ക് എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്തിലെ സിദ്ഖ്, സത്യസന്ധത, നമ്മുടെ നിയ്യത്തുകൾ എത്രയും അള്ളാഹുവിന് വേണ്ടിയാകുന്നു എന്നത് അതിന്റെ ഫലം അള്ളാഹുവിൽ നിന്ന് തിരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ശദ്ദാദ് ഇബ്നുൽ ഹാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഉഹാജിറു മഅക്, ഞാനിതാ നിങ്ങളോടൊപ്പം യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അറാബികൾ അവരുടെ ഗോത്രത്തിൽ നിന്നും നാട്ടിൽ നിന്നും യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വരുന്നതിനും ഹിജ്റ എന്ന് പറയാറുണ്ട്. ഞാൻ അങ്ങനെ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിൽ പ്രത്യേകമായ ജോലികളൊന്നുമില്ലാതെ കന്നുകാലികളെ മേക്കാൻ വേണ്ടിയാണ് ഈ അറാബിക്ക് പണി കൊടുത്തത്. ഗനീമത്ത് സ്വത്ത് വീതിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീതം ആ അറാബിക്കും നൽകാൻ വേണ്ടി സ്വഹാബികളെ ഏൽപ്പിച്ചു. സ്വഹാബികൾ ആ വ്യക്തി വന്നപ്പോൾ കൊടുത്തു. അപ്പൊ ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ്? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് വേണ്ടി വീതിച്ചതാണ് എന്ന് പറഞ്ഞു. അതുമായി ആ അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ് റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതുഹു ലക്, ഞാൻ നിനക്ക് വേണ്ടി വീതിച്ചതാണ്, യുദ്ധസ്വത്തിൽ വീതിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മാ അലാ ഹാദാ ഇത്തബഅതുക്, ഇതിനു വേണ്ടിയല്ല ഞാൻ നിങ്ങളോടൊപ്പം വന്നത്, ഇതിനു വേണ്ടിയല്ല ഞാൻ നിങ്ങളോടൊപ്പം വന്നത്. വലാകിന്നി ഇത്തബഅതുക, ഞാൻ നിങ്ങളോടൊപ്പം വന്നത്, തന്റെ കഴുത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ അറാബി പറഞ്ഞു, അലാ അൻ അർമാ ഹാഹുനാ ബിസഹ്മിൻ ഫഅമൂത ഫഅദ്ഖുലൽ ജന്ന, ദാ ഈ കഴുത്തിൽ ഈ ഭാഗത്ത് അമ്പ് തറക്കണം, എന്നിട്ട് ഞാൻ മരണപ്പെടണം, എന്നിട്ട് ആ കാരണത്താൽ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം, അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ, നീ പറഞ്ഞത് സത്യസന്ധമായിട്ടാണെങ്കിൽ, നിന്റെ നിയ്യത്ത് സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ അള്ളാഹു നിന്നോടും അതുപോലെയായിരിക്കും, അള്ളാഹു നിന്നോടും സത്യസന്ധതയായിരിക്കും ഉണ്ടാകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ്, യുദ്ധം കഴിഞ്ഞ് വരുന്ന ശരീരങ്ങളിൽ, ഷഹീദായ ശരീരങ്ങളിൽ ആ കഴുത്തിന്റെ ഭാഗത്ത് അമ്പ് തറച്ച ഒരു ശരീരം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഹുവ ഹുവ, അവനാണോ എന്ന് ചോദിച്ചു. സ്വഹാബികൾ പറഞ്ഞു, അതേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖല്ലാഹു
അല്ലാഹ് ഫസദഖഹു, അവൻ അല്ലാഹുവിനോട് സിദ്ഖ് കാണിച്ചു, അല്ലാഹു അവനോടും സിദ്ഖ് കാണിച്ചു. അതേ സഹോദരങ്ങളെ, നമ്മുടെ രഹസ്യം അറിയുന്ന, നമ്മുടെ നിയ്യത്തുകൾ അറിയുന്ന, നമ്മുടെ ഖൽബിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ നമ്മുടെ നിയ്യത്തുകൾ എത്രത്തോളം സത്യസന്ധമാക്കുന്നുവോ, നമ്മുടെ ദീനിയായ കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ, ദുനിയവിയായ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം അല്ലാഹുവിന് വേണ്ടിയാക്കുന്നുവോ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തിരിച്ചും അല്ലാഹുവിന്റെ സഹായവും രക്ഷയും എല്ലാ തൗഫീഖും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്, അല്ലാഹു തആല നന്മകളും തിന്മകളും രേഖപ്പെടുത്തുന്നുണ്ട്. ثم بين ذلك, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹു അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ അവൻ ചെയ്തില്ല, അവന് സാധിച്ചില്ല, അവന്റെ മേലെ അല്ലാഹു തആല അത് പൂർണ്ണമായ നന്മയായി രേഖപ്പെടുത്തും. ഫഇൻ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹു അല്ലാഹു ലഹു ഇൻദഹു 10 ഹസനാത്തിൻ ഇലാ 700 ضعف. ഇനി അവൻ ആ ഉദ്ദേശിച്ച കർമ്മം ചെയ്തു, സൽക്കർമ്മം ചെയ്തു, അവന് 10 ഇരട്ടി അല്ല, 700 ഇരട്ടി അല്ല, ഇല്ല ഇലാ അദ്ആഫിൻ കസീറ, ഇരട്ടികളായി അതിന് അല്ലാഹു തആല നന്മ രേഖപ്പെടുത്തും. എന്നിട്ട് പറഞ്ഞു, വമൻ ഹമ്മ ബിസയ്യിഅ, ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹാ, അവനത് ചെയ്തില്ല, കതബഹു അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അത് പൂർണ്ണമായ ഒരു നന്മയായി അല്ലാഹു തആല രേഖപ്പെടുത്തും. ഫഇൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹു അല്ലാഹു ലഹു സയ്യിഅതൻ വാഹിദ. ഇനി അവർ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അവൻ ചെയ്തു, അല്ലാഹു തആല ഒരു തിന്മയായി അത് രേഖപ്പെടുത്തും. അതേ സഹോദരങ്ങളെ, നോക്കൂ, ഉദ്ദേശങ്ങൾ കൊണ്ട്, നിയ്യത്തുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് അതിന്റെ പ്രതിഫലം നേടാൻ സാധിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നിയ്യത്തിന്റെ കാര്യത്തിൽ നാം ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മുടെ നിയ്യത്തുകളും ഉദ്ദേശങ്ങളും എന്താണ് എന്ന് പരിശോധിക്കണം. ഇനി നാം സത്യസന്ധമായി ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, അതിന്റെ അനന്തരഫലം നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും, അതിന്റെ നേട്ടം നമുക്ക് നേരിട്ട് ലഭിച്ചിട്ടില്ല എങ്കിലും നാം മനസ്സിലാക്കണം, അള്ളാഹുവിന് വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത് എങ്കിൽ, സത്യസന്ധമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ അനന്തരഫലം സംഭവിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു വ്യക്തിയെ പറ്റി, ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി. ആ വ്യക്തി രഹസ്യമായി സ്വതക കൊടുക്കാൻ തീരുമാനിച്ചു. രഹസ്യമായി എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കാണ് നൽകുന്നത് എന്ന് ഞാൻ തന്നെ അറിയാത്ത രീതിയിൽ വേണം സ്വതക കൊടുക്കാൻ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം സ്വതക കൊടുത്തു. ഒന്നാമത്തെ രാത്രിയിൽ വഴിയിലുള്ള ഒരാൾക്ക് കൊണ്ടുപോയി സ്വതക കൊടുത്തു. പിറ്റേന്ന് രാവിലെ ആളുകൾ പറഞ്ഞു, തുസുദ്ദിഖ അലാ സാരിഖിൻ, ഇന്നലെ രാത്രി ആരോ ഒരു കള്ളന് സ്വതക കൊടുത്തിരിക്കുന്നു പറഞ്ഞു. അയാൾ ഇതറിഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അലാ സാരിഖ്, അല്ലാഹുവേ നിനക്ക് സ്തുതി, ഒരു കള്ളനാണല്ലോ ഞാൻ കൊടുത്തു പോയത്. അദ്ദേഹം പറഞ്ഞു, ഇനിയും ഞാൻ സ്വതക കൊടുക്കും. അന്ന് രാത്രിയും രാത്രി ഇരുട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. പിറ്റേ ദിവസം ആളുകൾ പറഞ്ഞു, തുസുദ്ദിഖ അലാ സാനിയ, ഒരു വ്യഭിചാരിണിക്കാരോ ഇന്നലെ രാത്രി സ്വതക കൊടുത്തു എന്ന് പറഞ്ഞു. അയാൾ വീണ്ടും പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി, ഒരു വ്യഭിചാരിണിക്കായല്ലോ ഞാൻ കൊടുത്തു പോയത്, ഇനിയും ഞാൻ കൊടുക്കും. അങ്ങനെ രാത്രിയിൽ കൊടുത്തു. പിറ്റേന്ന് ആളുകൾ പറഞ്ഞു, തുസുദ്ദിഖ അലൽ ഗനി, ഒരു സമ്പന്നനാരോ ഇന്നലെ സ്വതക കൊടുത്തു എന്ന് പറഞ്ഞു. അയാൾക്ക് വിഷമമായി. അയാൾ ഒരു കള്ളനും വ്യഭിചാരിണിക്കും അതുപോലെ സമ്പന്നനുമാണല്ലോ, അർഹതയില്ലാത്തവർക്കാണല്ലോ എന്റെ സ്വതക ലഭിച്ചത് എന്ന വിഷമത്തിലായിരിക്കുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചു, അമ്മാ സ്വദഖതുക അലാ സാരിഖ്, നീ കള്ളന് കൊടുത്ത സ്വതകയുണ്ടല്ലോ, ഫലഅല്ലഹു അൻ യസ്തഇഫ അൻ സരിഖതിഹി, അവന്റെ കട്ടെടുക്കുന്നതിൽ നിന്ന്, കളവ് നടത്തുന്നതിൽ നിന്ന് അവനെ അത് ഒഴിവാക്കി, അവനത് അവസാനിപ്പിച്ചു. വഅമ്മ സാനിയ, വ്യഭിചാരിണിയോ, ഫലഅല്ലഹ അൻ തസ്തഇഫ അൻ സിനാഹ, അവളുടെ വ്യഭിചാരം എന്നുള്ള ആ മ്ലേച്ഛമായ തൊഴിൽ അത് അവസാനിപ്പിച്ചു. വഅമ്മൽ ഗനി, സമ്പന്നനോ, ഫലഅല്ലഹു യഅ്തബിറു ഫയുൻഫിഖു മിമ്മാ അതാഹു അല്ലാഹ്, അവന്റെ സമ്പത്ത് അവന് സ്വതക ലഭിച്ചെന്ന് ആലോചിച്ച് അള്ളാഹു നൽകിയതിൽ നിന്ന് അവൻ സ്വതക കൊടുക്കുന്ന അവസ്ഥയിലായേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, നമ്മുടെ നിയ്യത്തുകളെ പരിശോധിക്കുക. നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ നിയ്യത്തും ചെയ്യാൻ സാധിക്കാതെ പോകുന്ന കർമ്മങ്ങളിലും ഏറ്റവും നല്ല നിയ്യത്ത് ഉണ്ടാകാൻ നാം പരിശ്രമിക്കുക. കാരണം സഹോദരങ്ങളെ, നാളെ ഖബറിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസത്തിൽ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിന്റെ സമയത്ത് യുഖ്സഫു ബി അവ്വലിഹിം വആഖിരിഹിം, എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടപ്പെടും. ثم يبعثون على نياتهم, പിന്നെ അവരുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ കർമ്മങ്ങൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം അത് കർമ്മം ഏതാണാകാനും അള്ളാഹുവിന് വേണ്ടി മാത്രമാകാനും അതിൽ സിദ്ഖ് ഉണ്ടാവാനും നാം പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു ഇബാദുല്ലാഹ് തഖുല്ലാഹ്. സഹോദരങ്ങളെ, നാം ആദ്യത്തിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ദുനിയാവ് 4 കൂട്ടം ആളുകളാണ്. അതിൽ 2 ആളുകളെ നമ്മൾ പറഞ്ഞു, ഇൽമും അതുപോലെ തന്നെ സമ്പത്തും നൽകപ്പെട്ട ആൾ. അതുപോലെ രണ്ടാമത്തേത് ഇൽമുണ്ട്, സമ്പത്തില്ലാത്ത ആൾ, നിയ്യത്ത് കൊണ്ട് പ്രതിഫലം ഒരുപോലെയാകുന്നത്. മൂന്നാമത്തെ ആളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞു, വഅബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വലം യർസുഖഹു ഇൽമൻ. അല്ലാഹു സമ്പത്ത് മാത്രം നൽകിയ ആൾ, അയാൾക്ക് ഇൽമു നൽകിയിട്ടില്ല. സമ്പത്ത് നൽകിയിട്ടുണ്ട്, ഇൽമു നൽകിയിട്ടില്ല. ഫഹുവ യഖ്ബിതു ഫീ മാലിഹി ബിഗൈരി ഇൽമിൻ. അറിവില്ലാതെ അവന്റെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഹറാമുകളിലും അനാവശ്യമായിട്ടും. ലാ യത്തഖി ഫീഹി റബ്ബഹു. അവൻ ആ സമ്പത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ല. വലാ യസ്ലു ഫീഹി റഹിമഹു. ആ സമ്പത്ത് കൊണ്ട് അവൻ കുടുംബബന്ധം ചേർക്കുന്നില്ല. വലാ യഅലമു ലില്ലാഹി ഫീഹി ഹഖ്ഖൻ. അല്ലാഹുവിന് അതിലൊരു ഹഖ്ഖുണ്ട് എന്ന് അവൻ അറിയുന്നില്ല. അവൻ സകാത്തോ സദഖയോ നൽകുന്നില്ല. ഫഹാദാ ബിഅഖ്ബത്തിൽ മനാസിൽ. 4 കൂട്ടം ആളുകളിൽ ഏറ്റവും മ്ലേച്ഛമായ അവസ്ഥയിലുള്ളത് ഈ വ്യക്തിയാണ്. അഥവാ സമ്പത്തുണ്ട്, അറിവില്ലാത്ത വ്യക്തി. 4ാമത്തെ ആളെ പറ്റി പറഞ്ഞു, വഅബ്ദുൻ. 4ാമത്തെ ആൾ ലം യർസുഖുഹു അല്ലാഹു മാലൻ വലാ ഇൽമൻ. അവന് സമ്പത്തുമില്ല, ഇൽമുമില്ല, അറിവുമില്ല. ഫഹുവ യഖൂൽ. അവൻ പറയും, ലൗ അന്ന ലി മാലൻ. എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ലഅമിൽതു ഫീഹി ബിഅമലി ഫുലാനിൻ ഫഹുവ ബിനിയ്യതിഹി ഫവിസ്റുഹുമാ സവാ. അവൻ ഈ തെറ്റ് ചെയ്ത് ജീവിക്കുന്ന, ഹറാമുകൾ ചെയ്യുന്ന, അള്ളാഹുവിനോട് സമ്പത്തിന്റെ ഹക്ക് വിട്ടാത്ത ആൾ ചെയ്യുന്നത് പോലെയൊക്കെ ഞാനും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അതുപോലെ തെമ്മാടിത്തരങ്ങളും ഹറാമുകളും ചെയ്യുമായിരുന്നു എന്ന് അവൻ ഉദ്ദേശിക്കും. അവൻ പറയും, അവൻ ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറ്റത്തിൽ ഒരുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല നിയ്യത്തുകൾ ഏറ്റവും ഉന്നതമായ ദറജയിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന് മാത്രം അറിയുന്ന നമ്മുടെ ഖൽബിലെ മോശപ്പെട്ട നിയ്യത്തുകൾ, അത് അമലുകളിൽ റിയാവോ ഉജുബോ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം, ആ തരത്തിലുള്ള നിയ്യത്തുകൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നാം സൂക്ഷിക്കണം. ആ ദറജ ഏറ്റവും ഉന്നതമായ ദറജയിൽ നിന്ന് താഴ്ന്നതിലേക്ക് നാം പോകുന്നതാണ്. അള്ളാഹുവിനറിയും. ആരെല്ലാം മുമ്പിൽ നമ്മൾ മറച്ചു വെച്ചാലും നമ്മുടെ നിയ്യത്തുകൾ അള്ളാഹുവിനറിയും. അള്ളാഹു പറഞ്ഞു, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നു, പക്ഷേ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തുകളെ പരിശോധിക്കുക, അത് സിദ്ഖുള്ളതാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.